അച്ഛനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം. അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ്, വിക്ടിമിനും അറിയാം. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ്. അച്ഛനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ 2 കോടി രൂപ തരണമെന്ന്. ബാംഗ്ലൂർ സ്വദേശിയെ പീഡിപ്പിച്ച കേസിൽ പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രം ജീവനക്കാരനും അറസ്റ്റിൽ എന്ന് പറഞ്ഞൊരു വാർത്ത കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആ വാർത്തയുടെ പിന്നിലുള്ള കഥകൾ എന്താണ്, എന്താണ് യഥാർത്ഥ സത്യം? എനിക്കിന്ന് സംസാരിക്കാനുള്ളത് അതേക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പിന്തുണ ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് വരുമാനങ്ങളാണ് ചാനലിന്റെ എക്സ്പെൻസിനായിട്ട്, ചിലവുകൾക്കായിട്ട് ആകെ ഉണ്ടായിരുന്നത്. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ കൂട്ടമായിട്ട് റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് വരുമാനം വരുന്നത് നിലച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ചാനലിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമായി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വീടിനുള്ളിൽ ഇരുന്ന് വീഡിയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പരിമിതപ്പെട്ടു പോയി. പുറത്തു ചെന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പിന്തുണ ഞങ്ങൾക്ക് ഇപ്പോൾ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് പ്രേക്ഷകരോട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോയിലും അഭ്യർത്ഥിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഫിനാൻഷ്യലി പിന്തുണ ചോദിക്കുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, കാരണം ചോദിക്കുന്നവർക്ക് ആ ലിങ്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ. സോ ബാക്ക് ടു ദ ടോപ്പിക്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ തന്ത്രിയും ക്ഷേത്രം ജീവനക്കാരനും ബാംഗ്ലൂർ സ്വദേശിയായ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. പെരിങ്ങോട്ടുകര തന്ത്രി എന്ന് പറയുന്ന ഉണ്ണി, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വേടനെയൊക്കെ അനുഗ്രഹിച്ച ചിത്രമൊക്കെ ഭയങ്കര വിവാദങ്ങളിൽ വന്നുവെങ്കിലും അതിലൂടെ അദ്ദേഹത്തിന്റെ മുഖം എന്ന് പറയുന്നത് ആളുകൾക്ക് നല്ല പരിചിതമാണ്. വിഷ്ണുമായ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ്. തൃശ്ശൂർ വഴിയുള്ള യാത്രയിൽ ഞാനും പോയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് കാണണം, എല്ലാവരും കാണണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. കാണാൻ തന്നെ നമുക്ക് ഒരു വലിയൊരു സമാധാന അന്തരീക്ഷം തരുന്ന, നല്ലൊരു അന്തരീക്ഷം തരുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. അവിടെ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞൊരു വാർത്ത സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ മികച്ച രീതിയിൽ സാമ്പത്തികമായി വരുമാനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പെരിങ്ങോട്ടുകര എന്നത് എല്ലാവർക്കും അറിയാം. പൂജകളെല്ലാം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അതിൽ ഫലം ഉണ്ടാകുന്നത് കൊണ്ടാവണം ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും വരികയും കാണിക്കയായി ഒരുപാട് തുകകളെല്ലാം കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഏൺ ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പെരിങ്ങോട്ടുകര ക്ഷേത്രം. അങ്ങനെ ഇരിക്കെ 25,000 രൂപയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന കഥ അത്ര വിശ്വാസയോഗ്യമായി അന്ന് തന്നെ തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് പുറത്തു വന്നതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് ഞാനും വിചാരിച്ചിരുന്നത്. അവിചാരിതമായി ഇന്നലെ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന്, അതായത് ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കാണാനിടയായി. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി അദ്ദേഹത്തിന്റെ മകൾ പൊതുമധ്യത്തിൽ വന്ന് പത്രസമ്മേളനത്തിൽ വന്നിട്ട് ഞെട്ടിക്കുന്നൊരു കഥ, ശരിക്കും പറഞ്ഞാൽ പുറം ലോകം അറിയേണ്ട ഒരു കഥ പറഞ്ഞിരിക്കുകയാണ്. ഈ പീഡനം എന്ന് പറയുന്ന ഈ കേസ് വ്യാജമാണ്. അതിന്റെ എല്ലാ തെളിവുകൾ പെൻഡ്രൈവിലും ഫോട്ടോസ് ആയിട്ടും ഡിജിറ്റലിയും എല്ലാം കൊണ്ടുവന്നിരുന്നിട്ടാണ് വസ്തുതാനിഷ്ഠമായി ആ പെൺകുട്ടി സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ധനം, ആ ധനം പങ്കുവെക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ മോഹം അർപ്പിച്ച അവരുടെ കുറെ ബന്ധുക്കളാണ് ഈ ഒരു വ്യാജ കേസ് ഉണ്ടാക്കിയതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. അതിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിന്റെ ബേസിൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ ഇവർ തീരുമാനിക്കുകയുണ്ടായി. അതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. നമുക്കറിയാം അത് എത്ര വലിയൊരു കാര്യമാണ്. കാരണം ഡയാലിസിസ് എന്ന് പറയുന്നത് ഭയങ്കര ചിലവേറിയ ഒരു ചികിത്സയാണ്. എത്ര കൂടെ ഒരാൾക്ക് അത് ആവശ്യം വരും, അത്രയധികം സാമ്പത്തികമായ ആൾ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിൽ പലരും വൃക്ക തകരാറുള്ള ആളുകളാണ്. അവർക്ക് മൂത്രം പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പൊ നമ്മളെപ്പോലെ ഡെയിലി മൂത്രം ഒഴിച്ച് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് കളയാൻ പറ്റാതെ ആകുമ്പോൾ അവർക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഡയാലിസിസിലൂടെയാണ് ഇതിന് പകരമുള്ള ഒരു പ്രക്രിയ അവർ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഫ്രീ ആയിട്ടൊരു സർവീസ് കിട്ടാതെ നമുക്കറിയാം എത്രത്തോളം വൃക്ക രോഗികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നതിൽ ക്യൂ ആണ്, ആൾക്കാർ വെയിറ്റ് ചെയ്യുവാണ്. കാരണം അത്രയധികം രോഗികൾ ഇവിടെയുണ്ട്. അപ്പൊ ഒരു ഫ്രീ സർവീസ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. പക്ഷേ ഉണ്ണി തന്ത്രി അത് പ്രഖ്യാപിച്ചപ്പോൾ അതിന് എതിർപ്പുള്ള ഒരുപാട് ബന്ധുക്കൾ ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു. കുടുംബ സ്വത്താണ് അല്ലെങ്കിൽ കുടുംബ ക്ഷേത്രമാണ് ഇത്. അതുകൊണ്ട് ആ പൈസ നാട്ടുകാർക്ക് ചെലവാക്കാൻ വേണ്ടി കൊടുക്കില്ല എന്ന രീതിയിൽ അവർ പ്രതികരിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു ഭക്തൻ വന്ന് കാണിക്ക വഞ്ചിയിൽ ഇടുമ്പോൾ അത് അയാളുടെ വിയർപ്പാണ്, അത് അവർക്ക് തന്നെയാണ് തിരികെ കൊടുക്കേണ്ടത്, അതാണ് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്, സോ ഞാൻ അത് തന്നെ ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ഭയങ്കരമായിട്ട് പിന്നെ ഇവരെ ഉപദ്രവിക്കുകയുണ്ടായി. ആ പെൺകുട്ടിയുടെ എന്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് അത് കേൾക്കാം. അമ്പലത്തില് ദിവസം അന്നദാനമുണ്ട്. ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ട് വിൽക്കുക. കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം, അന്വേഷിക്കാം. ഭണ്ണാരം ചുറ്റിക കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുക. അച്ഛനെ കൊട്ടേഷൻ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക. ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക. ചെറിയ മക്കളാണുള്ളത്, എനിക്കും അനിയത്തിക്കും. അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി.
ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. ഞാൻ പറയുന്നതൊന്നും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൻഡ്രൈവിലടക്കം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ടേബിളിലുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഈ ബന്ധുക്കൾ ആരൊക്കെയാണെന്നുള്ളത് ഫോട്ടോ അടക്കം പ്രദർശിപ്പിച്ച് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന ആളുകൾ. രജിത, അനഘ പ്രവീൺ, ഈ വ്യാജ പീഡന കേസിലെ മാസ്റ്റർ ബ്രെയിൻ. സ്വാമിനാഥൻ, ചന്ദന ശ്രീരാഗ്, മഹേശ്വരി, വേണുഗോപാൽ, ദേവദാസ്, കാശിനാഥൻ. ഇവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ 5ഓളം FIRകളുണ്ട്. അതിൽ ബണ്ണാര മോഷണം, അച്ഛനെ വധിക്കാനുള്ള ശ്രമം, ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ക്ഷേത്രം ഓഫീസ് തല്ലിപ്പൊളിച്ച് അവിടുത്തെ രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക, ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചതാണ്. അനഘ കൈ കടിച്ചു പൊളിച്ചതാണിത്. ഇത് ബണ്ണാര മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയതിന് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയതാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോൾ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ച് വാഴിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. ശാരീരികമായി ഈ പെൺകുട്ടികളെ ഉപദ്രവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവര് 2 പെൺകുട്ടികളാണ്. ഈ തന്ത്രിക്ക് 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത പെൺകുട്ടിയാണ് ഈ പുറത്തു വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. രണ്ടാമത്തെ ആളുടെ ഭർത്താവാണ് ഈ അറസ്റ്റിലായെന്ന് പറയുന്ന ക്ഷേത്രം ജീവനക്കാരൻ അരുൺ. ക്ഷേത്രം ജീവനക്കാരൻ എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണ് എന്നതിന്റെ കൂടെ വ്യക്തമായിട്ടുള്ള വിശദീകരണം ആ പെൺകുട്ടി പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അതായത് ഒരു അമ്മായച്ചനും മരുമകനും ഒരു പീഡനക്കേസിൽ പ്രതിയാണെന്ന് ഒരു വാർത്ത പുറത്തു വന്നാൽ അത് എത്രത്തോളം ആളുകൾ വിശ്വസിക്കും? ആളുകൾക്ക് ഒരു കൺവിൻസിങ് ആകുന്ന ഒരു കഥയാണോ അത്? അതുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരനും തന്ത്രിയും എന്ന രീതിയിൽ ഇത് പ്രൊജക്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ ഒരു ഹണി ട്രാപ്പ് ആണ് എന്നത് വ്യക്തമായി പറയുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കളിൽ ഒരാൾ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പെണ്ണിന്റെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നതായിട്ട് തെളിവുകൾ അടക്കം ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ബന്ധുക്കളിൽ നിന്നും ശാരീരികമായിട്ടുള്ള ഉപദ്രവം അടക്കം ഈ പെൺകുട്ടികൾ നേരിട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ ഫോട്ടോയൊക്കെ ഈ പത്ര സമ്മേളനത്തിലൂടെ തന്നെ പ്രദർശിപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പോലീസിൽ കേസ് കൊടുത്തുകൊണ്ട് ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു 5 പോലീസുകാര് ആ അമ്പലത്തിന്റെ മുമ്പിലുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് അകത്തൊരു പീഡനം നടക്കുന്നത്? അത്രയും ധൈര്യം ഒരു തന്ത്രിക്ക് എന്താ പറയാ ഒരു മനുഷ്യനുണ്ടാവും എന്ന രീതിയിലാണ് ആ കുട്ടി ചോദിക്കുന്നത്. അത് ശരിയാണല്ലോ. അതുപോലെ തന്നെ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണ് ഒറ്റയ്ക്കല്ല വന്നത്. 4 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ കാറിനകത്തിരിക്കുകയും 3 പേര് അമ്പലത്തിനകത്തേക്ക് കയറുകയും അവർ ചുറ്റി നടന്ന് കാണുകയും ഫോട്ടോസ് എടുക്കുകയും പുറത്തിറങ്ങുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളുടെ CCTV വിഷ്വൽസ് അമ്പലത്തിലുണ്ട്, അവരുടെ കയ്യിലുണ്ട്. കാരണം അമ്പലത്തിൽ എല്ലാ ഭാഗത്തും CCTV ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ തെളിവുകളും ഡിജിറ്റലി പെൻഡ്രൈവിലാക്കി ആ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് പത്രമാധ്യമത്തിന് ഇത് പരിശോധിക്കണമെങ്കിലും പരിശോധിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കേസിന്റെ ഓതന്റിസിറ്റി എത്രത്തോളം ഉണ്ട് എന്നതാണ് വെളിവാകുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഈ പീഡിപ്പിക്കപ്പെട്ട പെണ്ണും അരുണും തമ്മിലുള്ള ചാറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3-4 ദിവസത്തെ ചാറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് ആണെന്ന് കാണാൻ സാധിക്കും. അരുണിന്റെ ഭാഗത്തുനിന്ന് ടൈപ്പ് ചെയ്ത് പോയിരിക്കുന്ന ചാറ്റുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പുറത്തുനിന്ന് എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കൊരു കള്ളം ഫീൽ ചെയ്യില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ എന്തിന് ചില പേജുകൾ മറച്ചു വെക്കണം? അപ്പൊ അതും കൂടി പുറത്തു വരികയാണെങ്കിൽ സത്യത്തിൽ ഇതിന്റെ വെളിച്ചം പുറത്തു വരും. പിന്നെ ഇത് കള്ളക്കേസാണെന്ന് പറയാൻ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്നും വന്ന പോലീസുകാരൻ ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത്. അച്ഛനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കി തരാം, 2 കോടി രൂപ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട്. അന്വേഷിച്ചപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണെന്നാണ് പറയുന്നത്. കുറേയധികം സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന, സാമൂഹികമായി ഉന്നതിയിൽ നിൽക്കുന്ന, നല്ല പേരും പ്രശസ്തിയുമുള്ള ആളുകളെ ഹണി ട്രാപ്പിൽ പെടുത്തി അവരുടെ പേരും പ്രശസ്തിയും ഈ പറയുന്ന ഇമേജും ഒക്കെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പൈസ പിടുങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ഇപ്പോഴിവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിലുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു സ്കാമാണ്. ഈ സ്കാമിന് ഒരുപാട് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുണ്ട്, അവർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു തുക ഇവർ ഇത്രയും 2 കോടിയൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം ഷെയർ കൊടുക്കാനുണ്ട് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര ആളുകൾ ഇതിൽ പങ്കാളികളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ബന്ധുക്കൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞു എന്ന് പറയുന്നത്, നിങ്ങൾ 2 പെൺകുട്ടികൾ പോയാൽ എവിടം വരെ പോകുമെന്ന്.
അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കാതെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് തന്റെ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ അനീതികൾ നേരിടുമ്പോൾ സിസ്റ്റം അവരുടെ കൂടെയാണ്, പോലീസ് അവരുടെ കൂടെയാണ്, കയ്യൂക്കുള്ളവരുടെ കൂടെയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. സത്യം പറഞ്ഞാൽ കോടതികളിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ പോലും അത് മീഡിയ വഴിയാണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്ന ഒരു സാഹചര്യം എപ്പോഴും പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എറണാകുളമാണ് സ്ഥലം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ക്ലബ് ഉണ്ട്. അതുപോലെ എല്ലാ ജില്ലകളിലൊക്കെ ഉണ്ടാവുന്നതാണ് എന്റെ ഒരു അറിവ്. ട്രിവാൻഡ്രത്തുള്ളത് എനിക്കറിയാം. ഒരു 1000 രൂപയോ 2000 രൂപയോ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് പൊതുജനത്തിനെ അറിയിക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കും. പ്രസ് ക്ലബ്ബിൽ ടൈം അവർ തരും. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്രമാധ്യമങ്ങളൊക്കെ അവർ തന്നെ വിളിച്ചറിയിച്ചോളൂ. നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പൊതുജനത്തിനെ അറിയിക്കേണ്ട, പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട സത്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വലിയ ടൂളാണ്. ആ ടൂള് എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത്രത്തോളം കൃഷ്ണകുമാരനും മക്കൾക്കും നീതി കിട്ടിയത് എങ്ങനെയാണ് ആ കേസ് ഇപ്പൊ നമ്മൾ അറിയുന്നില്ല കേട്ടോ. അത് തേച്ച് മാച്ച് കളഞ്ഞു, അല്ലെങ്കിൽ ഇത്രയധികം ഒളിവിലിരിക്കാനായിട്ട് സുകുമാരക്കുറുപ്പിന്റെ ബന്ധുക്കളൊന്നും അല്ലല്ലോ പെൺപിള്ളേർ. അതിന്റെ പുറകെ നമുക്ക് പിന്നെ പോവാം. അപ്പൊ എന്തായാലും പെരിങ്ങോട്ടുകരയിൽ നടന്നത് സത്യത്തിൽ ഈ പറയുന്ന പീഡന കേസിന്റെ ഓതന്റിസിറ്റി എത്രത്തോളം ഉണ്ട് എന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക തന്നെയാണ്. പൊതുമധ്യത്തിൽ വന്നിരുന്ന ഒരു പെൺകുട്ടി തന്റെ അച്ഛനെയും അതുപോലെ സഹോദരിയുടെ ഭർത്താവിനെയും രക്ഷിക്കാൻ വേണ്ടി ഇത്രയധികം സംസാരിക്കുമ്പോൾ ശാരീരികമായി വരെ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യാം പണത്തിന് വേണ്ടി. അതിൽ ബന്ധുക്കാരിയായിട്ട് ഒരു പെണ്ണ് കടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കയ്യിൽ അതിന്റെ ഫോട്ടോ വരെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആക്രമിക്കുന്ന ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് മനസ്സിലാവുന്നില്ല. വെറും പണത്തിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഓടി കൊടുത്താലും ചിലപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ എന്തിനാ ഈ പണത്തിന്റെ പേരിൽ ഇത്രയധികം കാട്ടിക്കൂട്ടുന്നത് മനസ്സിലാവുന്നില്ല. അതിന്റെ കൂടെ നിൽക്കാൻ കുറെ സിസ്റ്റവും പോലീസും കുറെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. സത്യം പുറത്തു കൊണ്ടുവരാൻ ഒരു മനുഷ്യൻ അങ്ങേയറ്റം വരെ പോരാടേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ക്ഷേത്രത്തിന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കല്ലെറിയാതെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടെങ്കിൽ ആ ന്യായമാണ് പുറത്തു വരേണ്ടത്. അതുകൊണ്ട് ദയവായി നിങ്ങളും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കാണിക്കൂ. തീർച്ചയായും സത്യം പുറത്തു വരേണ്ടതാണ്. ഞാൻ ഈ സംസാരിക്കുന്ന പെൺകുട്ടിയോടൊപ്പമാണ്. നിങ്ങൾ ആരോടൊപ്പമാണ്? അപ്പോൾ ഞാൻ പറഞ്ഞ സംഭാവനയുടെ കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. 1000 രൂപ മുതലാണ് നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മാസം വാലിഡിറ്റി ഉള്ള പാക്കേജസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടും എന്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.